അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് ഞാങ്ങാറ്റുര അമ്പലത്തിലേക്കാണ്. പീരുമോൾക്ക് അവിടെയും കൂടിയും ചോറ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വരവിന് അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അമ്മ നേർന്നതായിരുന്നു, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മയ്ക്ക് വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനും എബിയേട്ടനും മോളും അമ്പാടിയും പീരുമോളും കൂടിയിട്ടാണ് പോണത്. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് നടക്കുമായിരുന്നു. കാരണം ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ അമ്പലം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ചോറൂണ് കൂടാതെ തന്നെ ഒരുപാട് വഴിപാടുകൾ ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നു. ഒരുപാട് മുട്ടയിറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം മോള് പോയിട്ട് അതൊക്കെ റെസിപ്റ്റാക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും പീലിമോൾ ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചോറൂണിനുള്ള പരിപാടിയാണ് നോക്കിയത്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് അവർ നോക്കി. കാരണം നട അടയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. പീലിമോളുടെ മുന്നത്തെ ചോറൂണിനൊന്നും എബിയേട്ടനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എബിയേട്ടുള്ള ആദ്യത്തെ ചോറൂണും കൂടിയാണത്. ചോറ് കൊടുക്കുന്നതിന് മുമ്പ് അവളുടെ പേര് 2 ചെവിയിലും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചോറ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നീതിച്ചോറും പായസവും ഉപ്പും കൂടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് തൊട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ആദ്യം അമ്പാടിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് സമ്മതിച്ചില്ല. അങ്ങനെ ആദ്യം എബിയേട്ടൻ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി കയറുകയുണ്ടായത്. കാരണം നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം ഞങ്ങളെ കടത്തി വിട്ടിട്ട് വേഗം തൊഴുതിറങ്ങാനാണ് പറഞ്ഞത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് മുട്ടയിറക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം ഞങ്ങൾ തൊഴുതിറങ്ങി. പിന്നെ പുറത്താണ് ഹനുമാൻ ക്ഷേത്രവും അയ്യപ്പൻ ക്ഷേത്രവും ഉള്ളത്. അങ്ങനെ നേരെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ 1-2 വഴിപാടുകളുണ്ടായിരുന്നു. ഈ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ട് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അത് നല്ല രസമുള്ള പ്ലേസാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒന്നും കഴിക്കാതെ വന്ന കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വേഗം തൊഴുതിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. തൽക്കാലത്തെ ആശ്വാസത്തിനായിട്ട് ഞങ്ങൾക്ക് ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് 3 വട കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അയ്യപ്പ ക്ഷേത്രം കൂടിയും തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.